കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഉത്സവ സമയമാണ്, നിറയെ തിരക്കുകളാണ്, നിറയെ പരിപാടികളുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഇന്നിപ്പോൾ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വൈകുന്നേരത്തെ ശിവേലിയോട് എന്തായാലും വളരെ നല്ല സമയമാണ്. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദക്ഷിണം ചെയ്യാം. ഒപ്പം വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. എന്നിട്ട് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്ത് വന്ന് നേരെ നമ്മൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. വലതേ സൈഡിലുള്ള തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ രസം എന്നറിയോ? നിറയെ പ്രകാശമാണ്. അതിങ്ങനെ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണൊക്കെ കൊടുത്ത് അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറത്ത് ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ കാണാണ്ട് തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ വീശിയാണ്. അപ്പോൾ ആ പൊന്നോടക്കുഴൽ വായിക്കുകയാണ്. അത് മുരളീധരനായിട്ടാണ് വേണുഗോപാൽ. നല്ല ചന്തമായിട്ട് ചാർത്തിയിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്, നല്ല പുഞ്ചിരിയുണ്ട് മുഖത്ത്. അതേപോലെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം കൊടുത്തിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, പിന്നെ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. 3 തിരുമുടിമാല ഉണ്ട്, വെളുത്ത പൂവും തെച്ചിയും തുളസിയും, അതേപോലെ തന്നെ 3 എണ്ണമായിട്ട്. അതേപോലെ തന്നെ ഇന്ന് ഉണ്ടമാല ഒരെണ്ണമാണ്, അതിങ്ങനെ വെള്ളയും തെച്ചിയും തുളസിയായിട്ടുള്ളത് നല്ല കട്ടിയിലുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ലൊരു, പുറത്തൊക്കെ നിറയെ ബഹളമാണ്, പക്ഷേ അകത്ത് നല്ല എന്താ പറയുക, പരിപാവനമായിട്ട് ഇങ്ങനെ നിശബ്ദമായിട്ടുള്ള ഒരു കാഴ്ച, വളരെ മനോഹരം. അപ്പോൾ ആ ഗുരുവായൂരപ്പനെ കണ്ടോളൂ, എല്ലാവരും ആ ഉണ്ണിക്കണ്ണനെ കണ്ടോളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ, എന്നിട്ട് തൊഴുതോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളി, അതേപോലെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഗണേശൻ്റെ അടുത്തേക്ക് വരിക, ഗണേശനെ കണ്ട് തൊഴാം. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, കളപാലങ്കാരമില്ല കാര്യമായിട്ട്. 2-3 സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട് വട്ടത്തിലുള്ളത്. പിന്നെ കിരീടമുണ്ട്, നിറയെ കുറച്ച് തെച്ചിപ്പൂവ് ഒരു കൊല വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തെച്ചിപ്പൂ കൊണ്ടുള്ള അർച്ചനയുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ആ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മത്സ്യാവതാരത്തിന് നല്ലൊരു തുളസിമാല ഇട്ടിട്ടുണ്ട്. പിന്നെ മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ ആ ഗജേന്ദ്രമോക്ഷവും വാമന രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ നിന്ന് വെളുത്ത മാലകളാണ്, മുല്ല മുട്ടുമാലകൾ ഉണ്ട്. മഹാവിഷ്ണുവിനുണ്ട്, ബ്രഹ്മാവിൻ്റെയൊക്കെ കഴുത്തിലുണ്ട്. അപ്പോൾ അവിടെയും തൊഴുത് പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നരസിംഹാവതാര സ്വാമി കാണാം. പിന്നെ അങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ ഒക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം. ശ്രീകൃഷ്ണനൊക്കെ നന്നായിട്ട് തുളസിമാലകളുണ്ട്, മുരുകനുമുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് തുളസിമാലയില്ല, ഒരു മാലയില്ല കേട്ടോ, വെറ്റിലമാലയൊന്നുമില്ല, കുറച്ച് കുങ്കുമമുണ്ട്, അത്രയുള്ളൂ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് അങ്ങനെ ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം. അവിടെ നിന്ന് കിഴക്കോട്ട് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും അതേപോലെ ഭഗവാന് മുളയറയും ഒക്കെ കണ്ടു തൊഴുത് നമ്മൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഭഗവതി ഇന്ന് ഗോളകയെ തന്നെയാണ്, ഗോളക രൂപത്തിൽ തന്നെയാണ്. പിന്നെ നിറയെ തെച്ചിയും തുളസിയായിട്ടുള്ള പൂക്കളുണ്ട്, മാലയുണ്ട്, അർച്ചനയുണ്ട്, അർച്ചന പൂക്കളുണ്ട്. അപ്പോൾ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ടൊന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. നല്ല തിരക്കാണ് കൊടിമരത്തിൻ്റെ അവിടെയൊക്കെ. അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴാം. ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ കൂത്തമ്പലത്തിൽ വരുന്നു. കൂത്തമ്പലത്തിൽ കൂത്ത് നടക്കാരായി അതിൻ്റെ ആ ഒരു ചാക്യാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമീനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ മുഖത്ത് മാത്രം കുറച്ച് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ മഞ്ഞ പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അയ്യപ്പസ്വാമിയെ നമ്മൾ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അനലക്ഷ്മി ആളിൻ്റെ അധീനം പോന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിലെത്താം. അവിടെ എത്തിയാൽ കയറുമ്പോൾ തന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കാണാം. അത് കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വന്ന ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വരിക. കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാനായിട്ട് നോക്കുക. നിറയെ തിരക്കാണ്. അന്നലക്ഷ്മി ആളൻ ഇപ്പോൾ പ്രസാദകൂട്ടം അവിടെയല്ലേ, ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലല്ലേ, അവിടെയൊക്കെ നല്ല തിരക്കാണ്. അവിടെ തൊഴുമ്പോൾ നമ്മൾ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ SSLC പരീക്ഷയും അതേപോലെ +2 പരീക്ഷയൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ തുടങ്ങാനിരിക്കുകയൊക്കെയാണ്. അതേപോലെ ഡിഗ്രിക്കാർക്കൊക്കെ തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആ കുട്ടികൾക്കൊക്കെ നല്ല വിജയം ഗുരുവായൂരപ്പൻ നേടിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഓരോരുത്തരും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ നടത്തി കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.